ഹായ്, ഇറ്റ്സ് മീ ജാനയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കക്കത്തോരനാണ്, അഥവാ എരുന്ത് തോരൻ. അപ്പം നമുക്ക് ഉണ്ടാക്കിയാലോ? വാ ഉണ്ടാക്കാം. അപ്പോൾ നമ്മളിന്ന് കക്കത്തോരൻ ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്നത് വെള്ളക്കക്കയാണ്. കക്ക നമ്മൾ നന്നായി വാഷ് ചെയ്തെടുക്കണം. 3-4 തവണ വാഷ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ കക്കേനെ സുന്ദരനാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമ്മൾ ലേശം ഉപ്പും ലേശം വെള്ളവും കൂടി ഒഴിച്ച് അടുപ്പത്തേക്ക് വേവിക്കാൻ വേണ്ടി വെക്കാം. ഉപ്പ് വേണമെങ്കിൽ ഇട്ടാൽ മതി. അപ്പം നമ്മൾ കക്ക വെള്ളമൊക്കെ ഒഴിച്ച് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് മൂടി വയ്ക്കാം. ഒരു കുറച്ച് സമയം മൂടി വെക്കാം. ഇനി നമുക്ക് കക്കത്തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ 2 സവാള, പിന്നെ വെളുത്തുള്ളി, പിന്നെ ചുവന്നുള്ളി, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം, 2 പച്ചമുളക്, കുറച്ച് വേപ്പിൻ്റെ ഇല. ഇനി അതിലേക്ക് ആവശ്യമായ മസാലക്കൂട്ട് എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്. സവാള നമുക്ക് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ച് വേണം എടുക്കാനായിട്ട്. നമുക്ക് കക്ക വെന്തോ നോക്കാം. കക്ക എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നിന്ന് ഊറ്റിയെടുത്ത് മാറ്റി വേറെ പാത്രത്തിലേക്ക് എടുത്തു വെക്കാം. ഇതിൽ നിന്ന് നമ്മൾ കക്ക മാത്രം മാറ്റി എടുത്ത് വേറെ പാത്രത്തിലേക്ക് വെക്കും. അതുപോലെ തന്നെ കക്കവെള്ളം എടുത്ത് നമ്മൾ മാറ്റി വേറെ പാത്രത്തിലേക്ക് ഒഴിച്ച് വെക്കും. അങ്ങനെ നമ്മൾ മാറ്റി വെച്ച കക്ക അരയെടുക്കണം. അരയെടുത്ത് കഴിഞ്ഞ് അത് നന്നായി വാഷ് ചെയ്യണം. വാഷ് ചെയ്തതിൻ്റെ ഉള്ളിൽ ഒരു ബ്ലാക്ക് കളറ് അഴുക്കൊക്കെ കാണും. ആ അഴുക്കും മണ്ണും എല്ലാം അതിൽ നിന്ന് കളയണം. അങ്ങനെ കളഞ്ഞ് നല്ല വൃത്തിയാക്കിയ ശേഷം അത് ഊറ്റി മാറ്റി വെക്കണം. ഇനി നമുക്ക് കക്കത്തോരനിലേക്ക് ആവശ്യമായ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി നമുക്ക് മിക്സാക്കി കൊടുക്കാം. സവാളയും പച്ചമുളകും വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇഞ്ചിയും കറിവേപ്പിൻ്റെ ഇലയും ഇതെല്ലാം കൂടി നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ തന്നെ ഇനി മസാലപ്പൊടികളും ചേർത്ത് കൊടുക്കാം.
മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ് ഇതെല്ലാം കൂടി നമുക്കിനി മിക്സാക്കി കൊടുക്കാം. ഇനി നമുക്കെല്ലാം കൂടി നമുക്കൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡാക്കി കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായി കുഴച്ച് കൊടുക്കണം കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ചിരവിയതും കൂടി ആഡാക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും കുഴയ്ക്കാം. പിന്നെ നമ്മൾ ലാസ്റ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതാണ് നമ്മൾ അറയെടുത്ത് മാറ്റി വെച്ചിട്ടുള്ള കക്ക നമുക്കിതിലേക്ക് ആഡാക്കി കൊടുക്കാം. എന്നിട്ട് അതും കൂടി നമ്മൾ മിക്സ് ചെയ്തെടുക്കണം. നന്നായി കൈകൊണ്ട് കുഴച്ചെടുക്കണം. അപ്പം നമ്മളിന്ന് എടുത്തിരിക്കുന്നത് 2 കിലോ കക്കയാണ് കേട്ടോ. അപ്പോൾ ഈ 2 കിലോ കക്കയ്ക്ക് 1.5 സവാള ആവശ്യമായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ നമുക്കതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ആഡാക്കി കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം കൂടി മിക്സ് ആക്കുമ്പോൾ തന്നെ നല്ലൊരു മണം വരും. നമുക്ക് കക്കത്തോരൻ റെഡിയാക്കാനായിട്ട് നമുക്ക് പാൻ അടുപ്പത്തേക്ക് വയ്ക്കാം. പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം നമുക്ക് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ മിക്സാക്കി വെച്ചിരുന്ന ആ കൂട്ട് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് നേരം നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഇനി ഇത് നന്നായി ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് മൂടി വയ്ക്കാം ഒരു 10 മിനിറ്റ്. പക്ഷെ ഇടയ്ക്ക് വന്ന് ഇളക്കാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിനി സ്പീഡ് കൂട്ടിയിട്ട് ഇത് ഡ്രൈ ആവുന്നത് വരെ ഇളക്കി കൊടുക്കണം. അപ്പോൾ നന്നായി ഡ്രൈ ആയി വന്നിട്ടുണ്ട് നമ്മുടെ കക്കത്തോരൻ. ഇനി നമുക്ക് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കക്കത്തോരൻ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേറെ പാത്രത്തിലേക്ക് മാറ്റിയിടാം. അപ്പോൾ നമ്മുടെ കക്കത്തോരൻ റെഡിയായി വന്നിട്ടുണ്ട്. നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ.